കാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയാം നന്മ നിറയും മനമുയർത്തിടാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയാം നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവദായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂമിയിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നോമ്പ്, ഉപവാസം എന്നിവ അനുതാപസൂചകമായ അനുഷ്ഠാനം, ഒരു പ്രത്യേക കർത്തവ്യം ഏറ്റെടുക്കുവാനുള്ള ഒരുക്കം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണം കൈവെടിയുന്നതിനെയാണ് പരമ്പരാഗതമായ രീതിയിൽ ഈ അനുഷ്ഠാനം വിശേഷിക്കപ്പെടുന്നത്. മാനസികമായും ശാരീരികമായും വളരെ ഫലദായകമായ അനുഷ്ഠാന കർമ്മം എന്ന നിലയിൽ യഹൂദ മതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ് നോമ്പ്, ഉപവാസം. പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 29-ാം വചനം, ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാണ്. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ ഉപവസിക്കണമെന്ന ലേവ്യരുടെ പുസ്തകത്തിന്റെ തുടർച്ച എന്ന വണ്ണം തോബിത്തിന്റെ പുസ്തകത്തിലും ഉപവാസം, നോമ്പ്, ദാനധർമ്മം, നീതിയോടുകൂടിയ പ്രാർത്ഥന ഇവയെല്ലാം ഉത്തമമാണ് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഉപവാസം ഗുണസംബന്ധിയോ അളവ് സംബന്ധിയോ ആവാം. ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അത് ഗുണസംബന്ധിയായ ഉപവാസമായി തീരുന്നു. ഉദാഹരണമായിട്ട് മാംസം 50 ദിവസം ഉപേക്ഷിക്കുന്ന രീതി വഴി ഗുണസംബന്ധമായ ഉപവാസത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുന്നതാണ് അളവ് സംബന്ധമായ ഉപവാസം. സാധാരണ ഭക്ഷിക്കുന്ന ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി അളവ് നിയന്ത്രിതമായി കുറച്ച് ഉപവാസ ചൈതന്യത്തിലേക്കും നോമ്പിന്റെ അനുഷ്ഠാനത്തിലേക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണം ഉപേക്ഷിക്കുന്ന രീതിയാണ് ആദിമ ക്രൈസ്തവ സഭ സ്വീകരിച്ചിരുന്നത്. ക്രമേണ അത് മധ്യാഹ്നം വരെയും 3 മണി വരെയും ഒക്കെ ചുരുങ്ങി. പാശ്ചാത്യ സഭയിൽ വിഭൂതി ബുധനാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും നിർബന്ധിതമായ ഉപവാസ ദിവസമാണെങ്കിൽ പൗരസ്ത്യർക്ക് വലിയ നോമ്പ് ആരംഭ ദിനമായ തിങ്കളാഴ്ചയും പീഡാനുഭവ വെള്ളിയും നിർബന്ധിത ഉപവാസ ദിനങ്ങളാണ്. ഉപവാസം വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ നിർദ്ദേശിക്കും പ്രകാരം ദാനധർമ്മവും നീതിയിൽ അധിഷ്ഠിതമായ ജീവിതക്രമത്തോടുകൂടി ആവണം. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക്
നിന്റെ സമ്പാദ്യത്തിൽ നിന്നും ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയുമരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കുകയില്ല. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്നും മനുഷ്യനെ കാത്തുകൊള്ളുകയും ചെയ്യുന്നു. തന്നെ തന്നെ മനസ്സിലാക്കുവാനും സഹോദരങ്ങളോട് സ്നേഹവും നീതിയും കാണിക്കുവാനുമുള്ള അവസരമായി യെശയ്യാ പ്രവാചകൻ ഉപവാസത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഉപവാസം. യെശയ്യാ പ്രവാചകന്റെ ദർശനം പോലെ ഉപവാസത്തിന്റെ ചൈതന്യം ദാനധർമ്മവുമായിട്ടും നീതിയിൽ അധിഷ്ഠിതമായ ജീവിതക്രമവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെടുന്നു. ദൈവാവിഷ്കരണത്തിനുള്ള ഒരുക്കമായി മോശയും ഏലിയായും ഉപവാസത്തെ നിർദ്ദേശിക്കുന്നു. ഈശോ 40 ദിവസം ഉപവസിക്കുകയും ശരിയായി ഉപവസിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയും ചെയ്തതായി മത്തായി സുവിശേഷകൻ 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ വ്യക്തമാക്കുന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ശ്രീഹന്മാരും ഉപവസിച്ചിരുന്നുവെന്ന് അപ്പസ്തോല നടപടി പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നാബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് പ്രാർത്ഥന നടത്തി പറഞ്ഞയച്ചു. നീതിരഹിതമായ ജീവിതക്രമം, ദാനധർമ്മം ഇല്ലാത്ത മാനുഷിക ജീവിതം, ഇവയെല്ലാം നോമ്പ് ഉപവാസവുമായിട്ട് ചേരാതെ വരുന്ന കാര്യങ്ങളാണ്. ഉപവാസത്തിലൂടെ നോമ്പിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക മെച്ചം ദാനധർമ്മത്തിലൂടെ സഹോദരങ്ങൾക്ക് ആവശ്യക്കാരന് പ്രയോജനമായിത്തീരുമ്പോൾ ഉപവാസത്തിന് വലിയ വിലയും സാക്ഷ്യവും ഉണ്ടാവുന്നു. അത് കർത്താവിൻ്റെ സന്നിധിയിൽ സംപ്രീതമായ പ്രവൃത്തിയായിട്ട് തീരുന്നു. ഉപവാസത്തിലും നോമ്പിലും ആയിരിക്കുന്ന വ്യക്തി നീതിയുടെ ഉന്നതമായ ജീവിതക്രമത്തോട് ചേരുകയാണ്. സംസാരത്തിൽ പോലും സഹോദരന് സൽപ്പേര് നഷ്ടപ്പെടാൻ ഇടയാകുന്ന പ്രവൃത്തിയിൽ നിന്ന് പോലും വാക്കിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന നീതിയുടെ ഉന്നതമായ അവസ്ഥയാണ് നോമ്പ് ഉപവാസ ദിവസങ്ങൾ പ്രദാനം ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോസേപ്പിനെ കുറിച്ച് പറയുന്ന നീതിമാൻ എന്നുള്ള സങ്കല്പം, ഒരു വ്യക്തിയുടെ സൽപ്പേര് സൂക്ഷിക്കുന്നതിലുള്ള താല്പര്യം, ഇവയെല്ലാം ശരിയായ നോമ്പിന്റെ ചൈതന്യമാണ്. മാത്രമല്ല സഹോദരങ്ങളോട് പുലർത്തേണ്ട സാധാരണ നീതിയുമാണ്. വാക്കും പ്രവൃത്തിയിലും തികഞ്ഞ
ദൈവാരൂപി സൂക്ഷിക്കുക, തൻ്റെ ഉദാരമായിട്ടുള്ള പ്രവർത്തികളിലൂടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്ന, അത്യാവശ്യക്കാരന് സഹായം നൽകുന്ന നല്ല സമരിയാക്കാരായി തീരുവാനുള്ള ആഹ്വാനവുമാണ് സഭാമാതാവ് നോമ്പുകാലം വഴി വിശ്വാസ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നത്. അവിടെ ഏറ്റവും ആവശ്യത്തിൽ കഴിഞ്ഞ മനുഷ്യനെ തൻ്റെ ശുശ്രൂഷയ്ക്ക് പാത്രമാക്കിയ സമരിയാക്കാരൻ ദൈവത്തോട് കൂടെ ജീവിച്ച മനുഷ്യന്റെ പ്രതിനിധിയാണ്. ഉപവാസം ദൈവത്തോട് കൂടെയുള്ള ജീവിത അവസ്ഥയാണല്ലോ. ദൈവത്തോട് കൂടെയായിരിക്കുന്നവൻ എന്നും തൻ്റെ ദൈവ ബന്ധത്തിലൂടെ സഹോദരനെയും കാണുകയാണ്. കാണപ്പെടുന്ന സഹോദരനെ കണ്ട് അവൻ്റെ ആവശ്യങ്ങളിൽ അവനോടുകൂടെയായിരുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ജീവിതത്തെക്കുറിച്ചാണ് നോമ്പും ഉപവാസവും പ്രധാനമായിട്ടും വിശ്വാസ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നതും ഒരുക്കുന്നതും. അതിലൂടെ തങ്ങളുടെ ജീവിതം നീതിയാൽ മുദ്ര ചെയ്യപ്പെട്ടതാകണം. ദാനധർമ്മം വഴി സൗന്ദര്യമുള്ളതായിത്തീരണം. അതെല്ലാം പാലിക്കുന്നതുകൂടി മാത്രമേ ഭക്ഷണത്തിൻ്റെ ഉപേക്ഷ അല്ലെങ്കിൽ അളവ് കുറയ്ക്കൽ വഴി ഉണ്ടാകുന്ന ചൈതന്യത്തെ ഫലദായകമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഫരിസയരുടെ ഉപവാസം പോലെ അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ഒരാചാരം മാത്രമായിട്ട് പരിണമിക്കുകയും അത് ദൈവത്തിലേക്കോ സഹോദരങ്ങളിലേക്കോ വളരാനായിട്ട് ഇടതരാത്ത ഒരു തടസ്സം എന്ന നിലയിൽ നിൽക്കാൻ ഇടവരുന്ന അവസ്ഥ മാനസികമായിട്ട് ഉളവാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് ഉപവാസം പരസ്നേഹ പ്രവൃത്തികളാൽ പൂരിതവും നീതിയുടെ സൽഫലങ്ങൾ സമർത്ഥമായിട്ട് പുറപ്പെടുവിക്കേണ്ടതും തൻ്റെ ജീവിതത്തിലൂടെ നീതി നിഷ്ഠമായിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമവുമായിട്ട് ചേരാനുള്ള ആവേശവും താല്പര്യവും പ്രകടിപ്പിക്കുവാനും നോമ്പ് ഉപവാസം വഴി കഴിയണം. അതുവഴി ഈശോയുടെ പരസ്യജീവിതത്തിന് ഒരുക്കമായി അവിടുന്ന് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് അരൂപിയാൽ നിറഞ്ഞ് ലോകത്തിലെ തൻ്റെ ജീവിതക്രമത്തെ ദൈവത്തിന് സംപ്രീതമാക്കിയതുപോലെ ബലഹീനനായ മനുഷ്യന് ലോകത്തിൽ ആയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മേൽ വിജയം നേടാനും ദൈവവുമായി ഐക്യപ്പെടുവാനും ഉപവാസത്തിലൂടെ സാധിക്കുന്നു. അത് ശാശ്വതമായിട്ടുള്ള ജീവിതക്രമമായിട്ട് രൂപപ്പെടുവാനും ഇടയാകുന്നു. അതിലൂടെ സ്ഥായി ഭാവം ആർജിച്ച് നോമ്പും ഉപവാസവും വഴി ലഭിക്കുന്ന ദൈവകൃപ നിരന്തരം ഒരുവനിൽ ഫലം പുറപ്പെടുവിക്കുവാനും ഇടയാകുന്നു. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം.